ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് പോക്കോ M4 4G എന്ന് പറയുന്ന മൊബൈൽ. പോക്കോ M4 പ്രോൻ്റെ 4G മൊബൈലാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. അൺബോക്സ്ഡ് അല്ല, പുതിയ സെറ്റാണ്. അപ്പോൾ ഇന്നത്തെ ഇതിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷനുമാണ് അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ മറക്കാതെ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഇനിയൊരു വീഡിയോയിലൂടെ ഇടുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയിലൂടെ മറക്കാതെ ഒന്ന് കാണാം കേട്ടോ. അത് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. അതുമാത്രമല്ല, അടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ടല്ലോ, അതുകൂടെ ക്ലിക്ക് ചെയ്ത് ഓളം മട്ടേ എനേബിൾ ചെയ്താലേ ഞാൻ ഈ മൊബൈൽ മാത്രമല്ല ഇനി അടുത്തടുത്ത വീഡിയോ നല്ല നല്ല വീഡിയോസിന് വരാനുണ്ട്. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ പാക്കേജ്. പൊട്ടിച്ചിട്ടില്ല. പോക്കോ M4 4G സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേൻ്റെ 64MP ക്യാമറ, കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ബോക്സിൻ്റെ ബാക്കിൽ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ പൊട്ടിക്കാനായിട്ട് പോകണം കേട്ടോ. പൊട്ടിച്ച് അൺബോക്സിങ് ചെയ്യാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോക്കോ എന്ന് എഴുതിയിട്ടുള്ളൊരു സാധനം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതെടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആദ്യം നമുക്ക് നോക്കാം. ഒരു സിം എജക്റ്റിംഗ് ടൂൾ ഉണ്ട്, ഒരു TPU കേസ് ഉണ്ട്. ഇതുണ്ടല്ലേ TPU കേസ്. TPU കേസിൻ്റെ ഒരു യൂസർ മാനുവൽ ഉണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അത് നമ്മൾ അടുത്ത് നമ്മൾ മൊബൈൽ ഇതാണ് കേസ്. അപ്പോൾ നമ്മുടെ മൊബൈൽ ഒരു ബ്ലൂ കളറാണ് നമ്മുടെ കയ്യിലുള്ളത്. ഉണ്ടല്ലേ, ഒരു വെയ്റ്റ്ലെസ് ആണ് മൊബൈലാണ്. സൈഡിലാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ അടുത്തത് നമുക്ക് ബോക്സിലുള്ളത് ഒരു അഡാപ്റ്റർ ഉണ്ട്. 33 വാട്ടിൻ്റെ ഒരു അഡാപ്റ്റർ ഉണ്ട്. ഒരു സി പിൻ ചാർജിങ് കേബിൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ മൊബൈലിൽ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്, ഇപ്പോൾ 3 ക്യാമറ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു 64-ൻ്റെ, ഒരു 12, ഒരു 2, അങ്ങനെ 3 ക്യാമറ നമുക്കിതിൽ മെയിനായിട്ട് കാണാനുള്ളത്. മേലെ വന്നിട്ട് ഒരു 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ടോപ്പിൽ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു IR ബ്ലാസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സെക്കൻഡറി മൈക്കുണ്ട്. ഇവിടെ ഒരു പ്രൈമറി മൈക്കുണ്ട്. പിന്നെ നമ്മുടെ ചാർജിങ് പോർട്ട്, സ്പീക്കർ. അപ്പോൾ നമ്മളിപ്പോൾ മൊബൈൽ ഇപ്പോൾ ഓൺ ചെയ്യാനായിട്ട് പോകണം കേട്ടോ ഗൈസ്. യെസ്, ഓൺ ആയിട്ടുണ്ട്. പോക്കോ പവർഡ് ബൈ ആൻഡ്രോയിഡ്. ഇതിൽ നമ്മൾ കാണാൻ കഴിയും ഓൾറെഡി ഒരു ടെമ്പേർഡ് ഗ്ലാസ് പോലത്തെ ഒരു സ്റ്റിക്കർ നമുക്ക് ഇതിൽ ഓൾറെഡി ഇതായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതിൽ തന്നെ ആയിട്ട് ഇൻബിൾഡ് ആയിട്ട് വരുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഒരു ബ്ലൂ ആൻഡ് ഇതിൻ്റെ ഡിസൈൻ കാണുമ്പോൾ ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് കണ്ടില്ലേ, സാധനം കണ്ടില്ലേ. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മുടെ ഫോണിപ്പോൾ നമ്മുടെ കയ്യിൽ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടോ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത് വന്നിട്ട് ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്കാണ്. ഫ്രണ്ടിൽ ഗോറില്ല ഗ്ലാസ് 3 ആണ് അവർ കൊടുത്തിരിക്കുന്നത്. സൈഡ് മൗണ്ട് ഫിംഗർ പ്രിൻ്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് ഏകദേശം ഒരു 12,000 രൂപയാണ് വന്നത്. ഞാൻ ബൈ ചെയ്തപ്പോൾ വന്നത് 12,000 രൂപയാണ്. ബിഗ് ബില്യൺ ഡേയ്സിൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ 6GB റാമും 120GB വേരിയൻ്റും ആണ് കാണേണ്ട കഴിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ഹെഡ്സ് വന്നിട്ട് സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേ ആണ്. 90 Hz ഡിസ്പ്ലേ ആണ് ഇപ്പോൾ അവർ ഇതിൽ കൊടുക്കുന്നത്. 90 Hz ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്യാമറ മറ്റേ ഡീറ്റെയിൽസുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല, ആ വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഫോൺ. അപ്പോൾ ഈ ഫോണിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് മറക്കാനും കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് നല്ലതായാലും ശരി ചീത്തയായാലും ശരി, നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, അത് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഫുൾ റിവ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് ആ വീഡിയോയിലൂടെ കാണാം.